നോക്കൂ, ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ എവിടെയൊക്കെ ആക്രമിക്കപ്പെട്ടോ അവിടെയൊക്കെ തന്നെയും അവർക്ക് അവരുടെ ശുശ്രൂഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ പാർട്ടികളുടെ ആപ്പീസുകളിലാണ് എന്ന് ഓർക്കണം. ആഭ്യന്തര ശത്രുക്കളിൽ ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവരുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ക്രൈസ്തവര്, മുസ്ലിം, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആഭ്യന്തര ശത്രുക്കളാണ്. ഒരു ആഭ്യന്തര ശത്രു ആക്രമിക്കപ്പെട്ടപ്പോൾ മറ്റൊരു ആഭ്യന്തര ശത്രുവിന്റെ ആപ്പീസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ആഭ്യന്തര ശത്രു മനസ്സിലാക്കിയാൽ കൊള്ളാം. ആഭ്യന്തര ശത്രുവാണ് എന്നുള്ളതായിരുന്നല്ലോ. മറ്റേ ആഭ്യന്തര ശത്രു കൂടി ഇതൊന്നും അതെ അതെ. ശത്രുവിന്റെ ശത്രുവും മിത്രം എന്നുള്ള ആ ഒരു ആംഗിളൊക്കെ കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. ആഭ്യന്തര ശത്രു അല്ലാതായി. അല്ല, അത് ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ക്രൈസ്തവ സഭ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ആഭ്യന്തര ശത്രു എന്ന നിലപാട് മാറി, അങ്ങനെയാണോ? കൃത്യമായി ഇപ്പോൾ എടുക്കേണ്ട നിലപാട് എന്താണോ അത് ക്രൈസ്തവ സഭകൾക്കറിയാതെ അവർ എടുക്കുന്നു. അല്ല, ആഭ്യന്തര ശത്രു എന്ന് എഴുതിയിരുന്നത് അംഗീകരിക്കുന്നുണ്ടല്ലോ സുജയ. എഴുതി വെച്ചിരിക്കുന്നതല്ലേ, ഞാൻ നിഷേധിച്ചാലും എഴുതിയത് അവിടെ ഉണ്ടാകുമല്ലോ, ആ പേജ് ഉണ്ടാകും.